ദൈവം വഴി കാട്ടുന്നു. 91 സങ്കീർത്തനം 1 മുതൽ 16 വരെ. ധ്യാനത്തിനായിട്ട് 11 വാക്യം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവം അബ്രഹാമിനോടും മോശയോടും മറ്റും നേരിട്ട് സംസാരിച്ചതായി ബൈബിളിൽ പറയുന്നു. ഭക്തജനങ്ങളോട് അന്ന് ദൈവം നേരിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്നവർ വിരളമാണ് എന്നത്രേ അതിനുള്ള മറുപടി. ദൈവം തൻ്റെ മക്കൾക്ക് വഴികാട്ടി കൊടുക്കുന്നു. പക്ഷേ പലരും ഈ വഴികാട്ടലിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. അതിനവർക്ക് സമയമില്ല. ഉദ്യോഗം തേടി വിദേശങ്ങളിൽ പോയിട്ടുള്ള ചെറുപ്പക്കാർ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ വിവാഹിതരായിട്ട് വേണം തിരിച്ചു പോകാൻ എന്ന പ്ലാനോടുകൂടിയാണ് വരുന്നത്. കഷ്ടിച്ച് 1 മാസം മാത്രമേ സമയമുള്ളൂ. അതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു കല്യാണം സംഘടിപ്പിക്കാൻ സമർത്ഥനായ ഒരു ദല്ലാളിനെ സമീപിക്കും. അത് ഒത്താലും ഒത്തില്ലെങ്കിലും പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുവാനും മറക്കുകയില്ല. പെണ്ണുകാണൽ ഡസൻ കണക്കിന് നടക്കും. ഒടുവിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കും. ഇതിനിടയ്ക്ക് ദൈവത്തിൻ്റെ വഴികാട്ടൽ തേടാൻ എവിടെയാണ് നേരം? ഇതുപോലെ തിടുക്കത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആധുനിക മനുഷ്യനെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാനോ വഴികാട്ടലിന് വേണ്ടി കാത്തു നിൽക്കുവാനോ സമയമില്ല. ദൈവത്തെ കൂടാതെയുള്ള പ്രയാണം നമ്മെ വിനാശകരമായ അന്ത്യത്തിൽ എത്തിച്ചേക്കാം എന്നുള്ള യാഥാർത്ഥ്യം തൽക്കാലം ആരും ഓർക്കാറില്ല. ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ എത്തി മുന്നോട്ട് പോകാനുള്ള വഴി അറിയാതെ വിഷണ്ണരായി നിൽക്കുമ്പോൾ ഇതിലെ എന്ന് പറയുന്ന നേരിയ ശബ്ദം ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുന്നവർക്ക് കേൾക്കുവാൻ കഴിയും. ദൈവം തൻ്റെ ഭക്തജനങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുകയില്ല. മറുപടി ചിലപ്പോൾ അല്പം വൈകിയെന്ന് വരാം. ചിലപ്പോൾ നാം പ്രതീക്ഷിക്കുന്ന മറുപടി അല്ലായിരിക്കാം കിട്ടുന്നത്. ചോദിക്കുന്നതെല്ലാം തരുന്ന ഒരു അക്ഷയപാത്രമായി മാത്രം ദൈവത്തെ കണക്കാക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരും. നിശ്ചിത പ്ലാൻ അനുസരിച്ച് ദൈവം നമുക്ക് വഴികാട്ടിത്തരുന്നു. നാം ഓരോ ചുവട് വയ്ക്കുന്നതും അജ്ഞാതമായ ഭാവിയിലേക്കാണ്. നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ട കൂട്ടുകാരെയും ജീവിത പങ്കാളിയെയും ദൈവം നമുക്ക് ഒരുക്കി തരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം യാദൃശ്ചികമാണെന്നോ ലക്ക് ആണെന്നോ പറയുന്നവരുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവ നിയോഗമനുസരിച്ചാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വഴികാട്ടൽ മനസ്സിലാക്കുവാൻ കഴിയൂ. എന്നാൽ പഴയ സങ്കല്പങ്ങളും വിശ്വാസങ്ങളും വിഡ്ഢിത്തമാണെന്ന് കരുതുന്ന ആധുനിക തലമുറയ്ക്ക് നമ്മുടെ പൂർവ്വ പിതാക്കൾ കാട്ടിത്തന്ന വിശ്വാസത്തിൻ്റെ മാർഗം സ്വീകാര്യമല്ലാതായി തീർന്നിട്ടുണ്ട്. ദൈവത്തെക്കാളധികം വഴിവെക്കിലിരുന്ന് കിളിയെക്കൊണ്ട് ഭാവിഫലം പറയുന്നവരിലും പത്രമാസികകളിലെ വാരഫലങ്ങളിലുമാണ് ഇക്കൂട്ടർക്ക് വിശ്വാസം. യാദൃശ്ചികമെന്നും ലക്ക് എന്നും മറ്റുമുള്ള പദങ്ങൾ നമ്മുടെ ജീവിത ശബ്ദകോശത്തിലുണ്ടെങ്കിൽ അതിനെ എത്രയും വേഗം നീക്കിക്കളയുക. ഓർക്കണമേ, നമ്മുടെ മുൻവിധികൾ ഉപേക്ഷിക്കാൻ ഇനിയും നേരം വൈകിയിട്ടില്ല. 19 സങ്കീർത്തനം 21 വാക്യം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.